തിരുവനന്തപുരം വെള്ളനാട് മിത്രനികേതൻ കൃഷി വിജ്ഞാന കേന്ദ്രം ജില്ലയിലെ മികച്ച 110 കർഷകരെ ആദരിച്ചു. കേന്ദ്ര കൃഷി മന്ത്രാലയം അനുശാസിക്കുന്ന കാർഷിക രീതികളിലൂടെ മെച്ചപ്പെട്ട വരുമാനത്തിലെത്തിയ കർഷകരെയാണ് ജില്ലയിൽ നിന്നും KVK ഇത്തവണ ആദരിച്ചത്. കേന്ദ്ര കൃഷി മന്ത്രാലയത്തിന് കീഴിലുള്ള ഇന്ത്യൻ കൗൺസിൽ ഫോർ അഗ്രികൾച്ചർ റിസർച്ചിന്റെ ധനസഹായത്തോടുകൂടി പ്രവർത്തിക്കുന്ന തിരുവനന്തപുരം വെള്ളനാട് കൃഷി വിജ്ഞാന കേന്ദ്രമാണ് ജില്ലയിൽ നിന്നും 110 കർഷകരെ ആദരിച്ചത്. പരിപാടിയുടെ ഭാഗമായി കാർഷിക വിദഗ്ധർ കർഷകർക്ക് സർക്കാരിന്റെ പുതിയ പദ്ധതികളെപ്പറ്റി അവബോധനവും നടത്തി. വിത്ത് മുതൽ വിപണി വരെ കർഷകരെ സജ്ജമാക്കാൻ KVKയ്ക്ക് സാധ്യമായെന്ന് കാർഷിക ശാസ്ത്ര വിദഗ്ധ ജി ചിത്ര അഭിപ്രായപ്പെട്ടു. വ്യവസായം തുടങ്ങുന്നതിന് വേണ്ടിയിട്ട് സർക്കാരിന്റെ സബ്സിഡിയാണ്. അപ്പോൾ നമ്മൾ എന്ത് പ്രോഡക്ട്സ് ഉണ്ടാക്കി കഴിഞ്ഞാൽ ഇപ്പോൾ വാല്യൂ അഡീഷൻ ആണ് ഇമ്പോർട്ടൻസ് അല്ലേ. നമുക്ക് ഷെൽഫ് ലൈഫ് കൂട്ടുന്നതിന് റോ മെറ്റീരിയലിന്റെ വാല്യൂ ആഡഡ് പ്രോഡക്ട്സ് ഉണ്ടാക്കുന്നതിന് നമ്മൾ യന്ത്രങ്ങൾ കൂടിയേ തീരും. ആധുനിക പദ്ധതികളെ കുറിച്ചുള്ള അറിവ് സാധാരണ കർഷകരിൽ എത്തിക്കുന്നതിൽ KVKയുടെ സേവനം മഹത്തരമെന്ന് ഡോക്ടർ ബിനു ജോൺ സാമും മഞ്ജു തോമസും അഭിപ്രായപ്പെട്ടു. കൃഷി വിജ്ഞാന കേന്ദ്രത്തെ സംബന്ധിച്ച് ഒരു വിജ്ഞാന വ്യാപന പ്ലാറ്റ്ഫോമാണിത്. നമ്മൾക്ക് വിവിധ തരത്തിലുള്ള സോഷ്യൽ മീഡിയ വഴി നമ്മൾ ഒരുപാട് ടെക്നോളജീസ് പല സാങ്കേതിക വിദ്യകളും കർഷകരിലേക്ക് എത്തിക്കുന്നുണ്ട്. പ്രധാനമായിട്ടും വാട്സപ്പ് വഴി കർഷകർ നമ്മളുമായിട്ട് എപ്പോഴും സംവദിക്കാറുണ്ട്. കാരണം അവരുടെ പ്രശ്നങ്ങൾ അതത് സമയത്ത് നമ്മളെ അറിയിക്കാനായിട്ട് വീഡിയോസ് എടുത്തും അല്ല ഫോട്ടോ എടുത്തും നമ്മളെ അറിയിക്കാറുണ്ട്. നമ്മൾ ആ വീഡിയോസോ ഫോട്ടോസോ നോക്കിയതിന് ശേഷം അതിന് വേണ്ടിയ പരിഹാര മാർഗ്ഗങ്ങൾ നിർദ്ദേശിച്ച് കൊടുക്കാറുണ്ട്. പരിശീലന പരിപാടികൾ കർഷകർക്ക് വേണ്ടി നടത്തി കൊടുക്കുന്നുണ്ട്. ഇതിൽ കർഷകർക്ക് വേണ്ടി കൃഷി സംബന്ധമായിട്ടുള്ള പരിശീലന പരിപാടികൾ, അതുപോലെ തൊഴിലധിഷ്ഠിത സംരംഭങ്ങൾ ഏറ്റെടുത്ത് നടത്തുന്നതിലേക്ക് ആവശ്യമായിട്ടുള്ള തൊഴിലധിഷ്ഠിത പരിശീലനങ്ങൾ KVK ലഭ്യമാക്കുന്നുണ്ട്. ഇതുകൂടാതെ പുതിയ സാങ്കേതിക വിദ്യകൾ കൃഷി വിജ്ഞാന കേന്ദ്രം തിരുവനന്തപുരം ജില്ലയുടെ മണ്ണിനും കാലാവസ്ഥയ്ക്കും അനുയോജ്യമാണോ എന്നുള്ളത് കൃഷിയിടത്തിൽ തന്നെ പരീക്ഷിക്കുന്ന ഓൺ ഫാം ടെസ്റ്റിംഗ് പ്രോഗ്രാമുകൾ KVK നടത്തുന്നുണ്ട്. കാർഷിക മേഖലയിലെ സംശയ നിവാരണം സാധ്യമായെന്ന് അരുവിക്കരയിലെ കർഷകൻ സുനിലും വ്യക്തമാക്കി. പ്രധാനപ്പെട്ട ഒരു കാര്യം ഫീൽഡ് വിസിറ്റാണ്. നമ്മൾ എന്തെങ്കിലും ഒരു കാര്യത്തിന് വേണ്ടി നമ്മൾ വിളിച്ചു പറഞ്ഞാൽ അപ്പോൾ തന്നെ ഫീൽഡിൽ വരിക എന്നുള്ളതാണ് KVK സയൻറ്റിസ്റ്റുകളുടെ ഏറ്റവും വലിയ ഗുണമെന്ന് പറയുന്നത്. നമ്മൾ സാധാരണ കൃഷിഭവനുകളുടെ പ്രവർത്തനം എന്ന് പറഞ്ഞാൽ കൃഷി ഓഫീസർമാർ സാധാരണഗതിയിൽ മിക്കവാറും വരാറില്ല. ഇവരിവിടെ ഒരു കാര്യം പറഞ്ഞാൽ ഉടനെ തന്നെ കൃത്യമായിട്ടും വന്ന് ഫീൽഡ് വിസിറ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഫീൽഡിൽ വന്ന് കാര്യങ്ങൾ മനസ്സിലാക്കി കഴിഞ്ഞാൽ നമുക്ക് കൂടുതൽ എളുപ്പമായിരിക്കും. ഞാൻ അപേക്ഷിച്ചതിൽ ഇറിഗേഷൻ പമ്പ്, പെട്രോൾ എഞ്ചിൻ്റെ ഇറിഗേഷൻ പമ്പ് എനിക്ക് സബ്സിഡി ഇനത്തിൽ എനിക്ക് കിട്ടി. ഇനിയിപ്പോൾ അടുത്തതിൽ ഞാൻ ഒരെണ്ണം 2 പേർക്ക് കൊടുക്കാൻ പറ്റും. ബ്രഷ് കട്ടർ വേണ്ടി ഞാൻ അപേക്ഷിച്ചിട്ടുണ്ട്. ശാസ്ത്രീയ വളപ്രയോഗ രീതികൾ, സംയോജിത കീടരോഗ നിയന്ത്രണ മാർഗങ്ങൾ, കാർഷിക യന്ത്രവൽക്കരണം എന്നിവയെ സംബന്ധിക്കുന്ന പ്രദർശനങ്ങളും സംഘടിപ്പിച്ചിരുന്നു. ജനം, തിരുവനന്തപുരം.